LBS സെന്ററിൽ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചവരുടെ വെരിഫൈഡ് ഡേറ്റ സൈറ്റിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന ഈ വെരിഫൈഡ് ഡേറ്റയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ പബ്ലിഷ് ചെയ്യുന്ന വെരിഫൈഡ് ഡേറ്റയുടെ ബേസിലായിരിക്കും ആദ്യം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും അതേ തുടർന്ന് മെയിൻ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നത്. മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിധത്തിലുള്ള തിരുത്തലുകളും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പബ്ലിഷ് ചെയ്യുന്ന വെരിഫൈഡ് ഡേറ്റ വ്യക്തമായി വായിച്ചു നോക്കിയതിനു ശേഷം എന്തെങ്കിലും ചേഞ്ചുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വരുന്ന ജൂലൈ 5-ാം തീയതി 5 മണിക്ക് മുമ്പ് തന്നെ ക്ലിയർ ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ എന്തെങ്കിലും തിരുത്തലുള്ളവർ, അതായത് ഇപ്പോൾ മാർക്ക് ലിസ്റ്റിൽ എന്തെങ്കിലും വിഷയമുള്ളവർ അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറി സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ LBS തന്നെ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ LBSന്റെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിമാർക്സ് എന്ന് പറയുന്ന കോളത്തിൽ എന്ത് തെറ്റാണോ ഉള്ളത് ആ ഒരു തെറ്റ് എൻ്റർ ചെയ്ത് നമുക്ക് നമ്മുടെ കാരണം ബോധിപ്പിക്കാവുന്നതാണ്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. അതായത് നമ്മളെ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം എങ്ങനെയാണോ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിലുള്ളത് അതുപോലെ തന്നെയായിരിക്കും നോർമൽ കേസിൽ ഉണ്ടാവുക. പബ്ലിഷ് ചെയ്യുന്ന വെരിഫൈഡ് ഡേറ്റിൽ നമ്മൾ പ്രധാനമായും ചെക്ക് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ മാർക്ക്, ഒന്ന് കാറ്റഗറി. ഈ 2 കാര്യങ്ങളിൽ തെറ്റ് വന്നാലും അത് നമ്മുടെ അഡ്മിഷനെ സാരമായി ബാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വളരെ താഴോട്ട് പോകും. ഇങ്ങനെ താഴോട്ട് ഒരു മാർക്കിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും റാങ്ക് ലിസ്റ്റിൽ അതിൽ വലിയ വ്യത്യാസം കാണിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടുന്ന ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് മെയിനായി നമ്മുടെ മാർക്ക് നോക്കുക. രണ്ടാമതായി നമ്മുടെ കാറ്റഗറി. ഇപ്പോൾ ഈഴവ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ അതിൽ EZ അല്ലെങ്കിൽ ഈഴവ തന്നെയാണോ കൊടുത്തിരിക്കുന്നത് നോക്കുക. അതല്ല മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ MU ആണോ നോക്കുക. അല്ല EWS ആണെങ്കിൽ അതിൽ EWS ആണോ നോക്കുക. അല്ലാതെ ജനറൽ എന്നാണ് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാസ്റ്റ് റിസർവേഷൻ ഉണ്ടാവില്ല. അവർക്ക് ജനറൽ റാങ്ക് ലിസ്റ്റ് മാത്രമേ അവരെ പരിഗണിക്കുകയുള്ളൂ. 2023 വരെ +2 പാസ്സായവരെ ആൾറെഡി അവരുടെ സെക്കൻഡ് ഇയറിന്റെ മാർക്കും ഫസ്റ്റ് ഇയറിന്റെ മാർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മാർക്ക് തന്നെയായിരിക്കും അവരുടെ വെരിഫൈഡ് ഡേറ്റിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. എന്നാൽ +2 2024 പാസ്സായവർക്ക് മാർക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത് കാൻഡിഡേറ്റ് അല്ല, മറിച്ച് LBS സെന്ററാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇംപ്രൂവ്മെന്റിനൊക്കെ കൂടുതൽ ധാരാളം കുട്ടികളുണ്ടാവും. അപ്പോൾ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക് തന്നെയാണോ വെരിഫൈഡ് ഡേറ്റയിൽ ഉള്ളത് എന്ന് നോക്കിക്കൊള്ളണം. വെരിഫൈഡ് ഡേറ്റയിലുള്ള മാർക്കല്ല നമ്മളെ വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതില്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കിടന്ന റിമാർക്ക് എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് എന്താണോ ഒരു തെറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചേഞ്ച് ചെയ്യാനുള്ളത് ആ ചേഞ്ച് എന്താണെന്ന് എൻ്റർ ചെയ്ത് റിമാർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ജൂലൈ 8-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ റാങ്ക് ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ 10-ാം തീയതിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.